Hi, hello, assalamu alaikum, welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സ്വിച്ച്ബോർഡ് ആർട്സ് ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് പിസ്ത ഷെൽസ് ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഷെൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷെൽസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് നീളമുള്ള ഷെൽസ് എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ നല്ല ഷേപ്പുള്ള ഷെൽസ് തന്നെ എടുക്കുക. പൊട്ടിപ്പോയതായിട്ടുള്ള ഇത് കണ്ടില്ല, ഇത് കുറച്ച് പൊട്ടിപ്പോയത് അങ്ങനത്തെ ഒന്നും എടുക്കാതെ നല്ല ഷേപ്പിലുള്ള ഷെൽസ് എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ ചില ഷെൽസിൽ ഈ ഒരു തോട് പോലെ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഉറുമ്പ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് റിമൂവ് ചെയ്ത് കളയാം. അങ്ങനെ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടുള്ള കുറച്ച് ഷെൽസ് എടുക്കുക. കഴിയുമെങ്കിൽ കഴുകിയിട്ട് നല്ലോണം ഉണക്കിയെടുക്കുക. ഒട്ടും നനവുണ്ടാവാൻ പാടില്ല. നല്ലോണം ഉണക്കിയെടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അങ്ങനെ കുറച്ച് നല്ല ഷെൽസ് എടുത്ത് വെക്കുക. അങ്ങനെ ഞാൻ കുറച്ച് ക്ലീൻ ആക്കിയിട്ടുള്ള കുറച്ച് ഷെൽസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ക്ലീനാക്കി എടുത്തിട്ടുള്ള ഷെൽസിൽ ഞാൻ റെഡ് കളർ പെർമനൻറ്റ് മാർക്കർ വെച്ച് പെയിൻറ്റ് ചെയ്യാൻ പോകണം. നിങ്ങളിൽ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അക്രലിക് പെയിൻറ്റ് അങ്ങനത്തെ പെയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. ഞാനിപ്പോൾ പെർമനൻറ്റ് മാർക്കർ വെച്ച് ഞാനത് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്ത ഷെൽസിൻ്റെ മേലെ നമുക്കിനി ചെയ്യേണ്ടത് വൈറ്റ്നർ അല്ലെങ്കിൽ കറക്ഷൻ പെൻ വെച്ചിട്ട് വൈറ്റ് ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വെള്ളപ്പുള്ളികൾ ഇങ്ങനെ വരച്ച് കൊടുക്കുക. വൈറ്റ് കളർ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതിയാവും. അപ്പോൾ ഞാനിതെല്ലാം പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താ സംഭവം എന്നുള്ളത്. മഷ്റൂമാണ്, കൂണാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു സ്വിച്ച് ബോർഡിൻ്റെ മേലെ നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ അതിനായിട്ട് ഗ്ലൂ ഗണ്ണോ ഫെവിക്കോളോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതാദ്യം പെയിൻറ്റ് ചെയ്യാത്ത പിസ്ത ഷെൽസ് ആദ്യം ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്ത പിസ്ത ഷെൽ അതിൻ്റെ മേലെ ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഫെവിക്കോൾ ആയതുകൊണ്ട് കുറച്ച് പ്രസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ക്രാഫ്റ്റ്. അത് കഴിഞ്ഞു. വളരെ എളുപ്പമല്ലേ. ഇനി ഞാൻ കാണിക്കുന്നത് ഞാൻ ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ ചെയ്ത കുറച്ച് പിസ്ത ഷെൽ ആർട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ. താങ്ക് യു.